പോസ്റ്റൽ ഇൻഫോ പ്ലസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഒരു സെക്ഷനിൽ ഹിസ്റ്ററിയുടെ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ എന്ന പോർഷനിൽ കുറച്ച് MCQ ആണ് പറഞ്ഞു പോകുന്നത്. ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള ക്ലാസ്സുകൾ ഈ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാൻ ശ്രമിക്കുക. അതിൻ്റെ എല്ലാ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കാം. അപ്പോൾ ഈ MCQ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ഫൺ രീതിയിലാണ്, ആ ഒരു ക്വിസ് മോഡലാണ്. അപ്പം നിങ്ങൾക്ക് അത് കുറച്ച് 2 മിനിറ്റ് അത് അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് തന്നെ വിലയിരുത്താം എത്രത്തോളം പഠിച്ചു എന്നുള്ളത്. കുറച്ച് ഫണ്ണായിട്ടുള്ള രീതിയിലാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടതെന്ന്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ ഓർത്തിരിക്കണം. ലെ വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷി, അതൊരു മിക്കവാറും ചോദിക്കുന്നൊരു ചോദ്യമാണ്. മംഗൽ പാണ്ഡെ എന്നാണ് ഉത്തരം. 1857 കലാപകാലത്ത് ഇന്ത്യയുടെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? കാനിങ് പ്രഭു. ഖേദയിലെ പ്രസിദ്ധമായ കർഷക സമരം നടന്ന വർഷം? 1918. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം നടന്ന വർഷം? 1942. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാനിടയാക്കിയ സംഭവം? 'ചൗരി ചൗര സംഭവം. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന അവസാനത്തെ ബഹുജന മുന്നേറ്റം ഏതായിരുന്നു? ക്വിറ്റ് ഇന്ത്യ സമരം. 1905 ബംഗാൾ വിഭജനം നടത്തിയത് ഏത് ബ്രിട്ടീഷ് വൈസ്രോയിയാണ്? കഴ്സൺ പ്രഭു. സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു പ്രധാന പങ്കാളിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏതു വർഷത്തിലാണ് സ്ഥാപിതമായത്? 1885. ഇന്ത്യയിലെ അവസാനത്തെ ബ്രിട്ടീഷ് വൈസ്രോയി ആരായിരുന്നു? മൗണ്ട് ബാറ്റൺ. ഇന്ത്യ വിഭജനത്തിനും പാകിസ്ഥാൻ രൂപീകരണത്തിനും കാരണമായ കരാറിൻ്റെ പേരെന്താണ്? മൗണ്ട് ബാറ്റൺ പദ്ധതി. റാണി ലക്ഷ്മി ഭായിയുടെ യഥാർത്ഥ പേര്? മണികർണിക. 1858 വിപ്ലവത്തിൻ്റെ ഫലമായി ഇന്ത്യയുടെ ഭരണാധികാരിയായ ബ്രിട്ടീഷ് രാജ്ഞി? ക്വീൻ വിക്ടോറിയ. ഇന്ത്യയിൽ വെച്ച് കൊല്ലപ്പെട്ട ഏക വൈസ്രോയി? മേയോ പ്രഭു. കോൺഗ്രസ് മിതവാദികളെന്നും തീവ്രവാദികളെന്നും രണ്ടായി പിരിഞ്ഞ സമ്മേളനം? 1907 സൂററ്റ് സമ്മേളനം. ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം? 1942 മാർച്ച് 22. നെഹ്റു റിപ്പോർട്ടിൻ്റെ അധ്യക്ഷൻ? മോത്തിലാൽ നെഹ്റു. സൈമൺ കമ്മീഷൻ രൂപീകൃതമായ വർഷം? 1927. സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്ന വർഷം? 1928 ഫെബ്രുവരി 3. സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി? ഇർവിൻ പ്രഭു. രണ്ടാം ലോകമഹായുദ്ധത്തിൽ ഇന്ത്യക്കാരുടെ പിന്തുണ ലക്ഷ്യം വെച്ചുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് നടത്തിയ പ്രഖ്യാപനം? ആഗസ്റ്റ് ഓഫർ. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം? ബോംബെ സമ്മേളനം. മൂന്നാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം? 1932. സൈമൺ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം?
7. ഇൻക്ലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആരംഭിച്ചത് ആരാണ്? അസ്രത് മൊഹാനി. ഏത് വൈസ്രോയുടെ കാലത്താണ് ഇന്ത്യയിൽ ബജറ്റ് സംവിധാനം നിലവിൽ വന്നത്? കാനിങ്. താഴെ പറയുന്നവരിൽ ആരാണ് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാതിരുന്നത്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയി ആരായിരുന്നു? ലോർഡ് ഡഫറിൻ. കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി? റാംസെ മക്ഡൊണാൾഡ്. ഒന്നാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം? 1930. 1946 രൂപീകരിച്ച ഇടക്കാല സർക്കാരിൻ്റെ വൈസ് പ്രസിഡന്റ് ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് എന്ന്? ആഗസ്റ്റ് 9. ഇന്ത്യയിലെ പിന്നോക്ക സമുദായക്കാർക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തിയ ആദ്യ പരിഷ്കാരം? കമ്മ്യൂണൽ അവാർഡ്. INCയുടെ ആദ്യ വനിതാ പ്രസിഡന്റ്? ആനി ബെസന്റ്. ബംഗാൾ വിഭജനം റദ്ദാക്കിയതെന്ന്? 1911. ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചത് എന്ന്? 1920. ഫോർവേഡ് ബ്ലോക്കിൻ്റെ സ്ഥാപകൻ ആരായിരുന്നു? സുഭാഷ് ചന്ദ്രബോസ്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. എന്തിനോടുള്ള പ്രതികരണമായിട്ടാണ് സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത്? ബംഗാൾ വിഭജനം. ചൗരി ചൗര സംഭവം ഏത് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളെയാണ് നിർത്തിവെപ്പിച്ചത്? നിസ്സഹകരണ പ്രസ്ഥാനം. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം എഴുതിയത് ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലത്ത് സ്ഥാപിതമായ മഹാത്മാഗാന്ധി കാശി വിദ്യാപീഠം എന്ന സർവകലാശാല ഏത് നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? വാരണാസി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലത്ത് മഹാത്മാഗാന്ധി ആരംഭിച്ച ഇംഗ്ലീഷ് പത്രം ഏതാണ്? യങ് ഇന്ത്യ. ഈ വീഡിയോ തൽക്കാലം ഇവിടെ വെച്ച് നിർത്തുവാണ്. ആവർത്തിച്ച് അറ്റൻഡ് ചെയ്ത് മനസ്സിൽ ഉറപ്പിക്കുക. ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതൊക്കെ ഉൾപ്പെടുത്തിച്ചുകൊണ്ട് തുടർന്നും MCQ വീഡിയോകൾ ചെയ്യാം. താങ്ക് യു.